ഡിയർ സ്റ്റുഡൻസ്, അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ 6th ചാപ്റ്റർ ആയിട്ടുള്ള അൺട്രാവലിംഗ് ജെനറ്റിക് മിസ്റ്ററീസിലേക്കാണ് കടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എല്ലാ ചാപ്റ്റർ തുടങ്ങുമ്പോഴും ഞാൻ ഇത് പറയാറുണ്ട്, എന്നാൽ ഇതൊന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കാരണം ഈ ചാപ്റ്ററിൻ്റെ അകത്ത് ജെനറ്റിക്സ് എന്ന് പറയുന്ന പുതിയൊരു ബ്രാഞ്ചിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ജെനറ്റിക്സിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് +1-ലും +2-ലും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ബേസിക് അറിഞ്ഞ് വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നമ്മുടെ ഗൈഡ് റെഫർ ചെയ്യാം, മാക്സിമം പബ്ലിക്കേഷൻസിൻ്റെ എക്സാം പോയിന്റ് എന്ന് പറയുന്ന ഗൈഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അൺട്രാവലിംഗ് ജെനറ്റിക് മിസ്റ്ററീസ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ചില ഫീച്ചേഴ്സ് വരാറുണ്ട് അല്ലേ? ചിലർക്ക് അച്ഛൻ്റെ ഹൈറ്റ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അമ്മയുടെ ഹെയർ ഗ്രോത്ത് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, ചിലർക്ക് ഹെയർ കളറ് അച്ഛൻ്റെയോ അമ്മയുടെയോ കിട്ടാറുണ്ട് അല്ലേ? അങ്ങനെ വ്യത്യസ്തങ്ങളായ ഫീച്ചേഴ്സ് അച്ഛൻ്റെയും അമ്മയുടെയും നമുക്ക് കിട്ടാറുണ്ട്. എന്നെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ അതേ ഹൈറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് പൊക്കം കുറവാണ്, അച്ഛനും അമ്മയ്ക്കും പൊക്കം കുറവാണ്. അപ്പോൾ ഇത്തരത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും ചില ഫീച്ചേഴ്സ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതിനെ നമ്മൾ എന്തെന്നാ പറയുക? ഹെറിഡിറ്റി എന്നാ പറയാം അല്ലേ? ഹെറിഡിറ്റി. അപ്പോൾ ട്രാൻസ്മിഷൻ ഓഫ് ഫീച്ചേഴ്സ് ഓഫ് പാരൻസ് ടു ഓഫ്സ്പ്രിങ്സ് ആണ് ഹെറിഡിറ്റി. ഓക്കെ, ഇനി നമ്മുടെ എല്ലാ ഫീച്ചേഴ്സും അച്ഛൻ്റെ അമ്മയുടെ അതേപോലെയാണോ ഇരിക്കുക? അല്ല, അവരിൽ നിന്നും വ്യത്യാസപ്പെട്ട ചില ഫീച്ചേഴ്സും നമുക്കുണ്ട്. അതെന്തെന്ന് പറയാ? വേരിയേഷൻ എന്നാ പറയാം. അപ്പം ഹെറിഡിറ്റിയും വേരിയേഷനും. ഹെറിഡിറ്റിയെ പറ്റിയും വേരിയേഷനെ പറ്റിയും പഠിക്കുന്ന സയൻസിന്റെ ആ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ജെനറ്റിക്സ് എന്ന് പറയുക. ഓക്കെ, ജെനറ്റിക്സ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽ വിത്ത് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ഇനി എന്തുകൊണ്ടായിരിക്കും അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ക്യാരക്ടർ നമ്മുടെ ഉള്ളിലേക്ക് വരിക? അച്ഛൻ്റെ അമ്മയുടെ ഉള്ളിൽ ആ ക്യാരക്ടറിന് കാരണമായ എന്താണോ അത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതുകൊണ്ടാണ്. അതിനൊരു ചേഞ്ചും സംഭവിക്കാതെ നമ്മുടെ ഉള്ളിലേക്ക് അതേപടി വരുന്നതുകൊണ്ടാണ് അവരുടെ അതേ ഫീച്ചേഴ്സ് നമുക്കുണ്ടാവുന്നത്. അപ്പോൾ എന്താണ് ഇത്തരത്തിൽ വ്യക്തികളിലെ ക്യാരക്ടറുകൾക്ക് അല്ലെങ്കിൽ ഫീച്ചറുകൾക്ക് കാരണമായിട്ടുള്ളത്? ജീനുകളാണ് അല്ലേ? ജീനുകൾ എവിടെയാ കാണപ്പെടുന്നത്? സെല്ലിനുള്ളില്, ന്യൂക്ലിയസിനുള്ളില്, ക്രോമസോമിനുള്ളിലുള്ള DNA-യിലാണ് ജീനുകൾ കാണപ്പെടുന്നത്. സെല്ലിനുള്ളില് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ? ന്യൂക്ലിയസിനുള്ളില് ക്രോമസോമുകൾ കാണപ്പെടുന്നു. ക്രോമസോമുകളുണ്ട്. ഈ ക്രോമസോമിലാണ് DNA ഉള്ളത് അല്ലേ? DNA-യുടെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള റീജിയൻസ് ആണ് ജീനുകൾ. ഇവിടെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പെസിഫിക് റീജിയൻസ് ഓഫ് DNA ആണ് ജീനുകൾ. അപ്പൊ ജീനുകളാണ് ഇത്തരത്തിൽ ഫീച്ചറുകൾക്ക് കാരണമാകുന്നത്. ഇനി എങ്ങനെയാണ് അച്ഛൻ്റെ അമ്മയുടെയും ജീനുകൾ നമ്മുടെ ഉള്ളിലേക്ക് വരിക? നമുക്കറിയാം, സ്പേമും എഗ്ഗും കൂടെ കൂടിച്ചേർന്ന് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോഴാണ് പുതിയൊരു സൈഗോട്ട് ഉണ്ടാകുക അല്ലേ? എന്താണ് സ്പേം എന്ന് പറയുന്നത്? അച്ഛൻ്റെ ഗ്യാമേറ്റ് ആണ് അല്ലേ? അല്ലെങ്കിൽ മെയിൽ പാരന്റിന്റെ ഗ്യാമേറ്റ് ആണ് സ്പേം എന്ന് പറയാം. ഓക്കെ, സ്പേം. അമ്മയുടെ ഗ്യാമേറ്റിന് എന്തെന്നാ പറയാ? എഗ് എന്നാ പറയാ. അപ്പോ എഗ്ഗും സ്പേമും കൂടെ കൂടി ചേർന്ന് ഫെർട്ടിലൈസേഷൻ പ്രോസസ് നടക്കുമ്പോ കുഞ്ഞുണ്ടാവും അല്ലേ? സൈഗോട്ട് ഉണ്ടാവുന്നു. അപ്പോ അച്ഛൻ്റെ ജീനുകൾ സ്പേമിലുണ്ട്, അമ്മയുടെ ജീനുകൾ എഗ്ഗിലുണ്ട്. ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ സൈഗോട്ട് ഉണ്ടാവുന്നു. സൈഗോട്ട് ഉണ്ടാവുന്നു. സൈഗോട്ടിൽ എന്തുണ്ട്? ഈ അച്ഛൻ്റെയും അമ്മയുടെയും ജീനുകൾ എത്തപ്പെടുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഹെറിഡിറ്റിയും വേരിയേഷനും ഉണ്ടാവുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മളപ്പോൾ എന്താണ് ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ജീന്? ജീനാണ് ഹെറിഡിറ്റിയുടെ ബേസിക് യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി എന്ന് പറയുന്നത് ജീനാണ്. അപ്പൊ ഇതെവിടെയാ കാണപ്പെടുന്നത്? DNA-യിൽ കാണപ്പെടുന്നു. അതൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഫങ്ഷൻ ചെയ്യുന്നു. ഓക്കെ, ഇതെങ്ങനെയാണ് ഓഫ്സ്പ്രിങ്സിലേക്ക് എത്തുക, കുട്ടികളിലേക്ക് എത്തുക? ഗ്യാമേറ്റുകൾ വഴിയാണ് അല്ലേ? മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റുകൾ വഴിയാണ് ഓഫ്സ്പ്രിങ്സിലേക്ക് ജീനുകൾ എത്തുക. ഇതെന്ത് ചെയ്യുന്നു? ചില ക്യാരക്ടറുകളെ, ഓഫ്സ്പ്രിങ്സിലെ ചില ക്യാരക്ടറുകളെ നിർണ്ണയിക്കുന്നു. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിലുള്ള റീപ്രൊഡക്ഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്ലാന്റ്സിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ?
പ്ലാന്റ്സിനും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. എങ്ങനെയാണ്? സീഡ് ഫോർമേഷൻ വഴിയാണ് അല്ലേ? സീഡ് ഫോർമേഷൻ. എങ്ങനെയാണ് സീഡ് ഫോം ചെയ്യുക? പറഞ്ഞ പോലെ മെയിലും ഫീമെയിലും ഗ്യാമേറ്റുകൾ കൂടി ചേരുമ്പോഴാണ് സീഡ് ഫോം ചെയ്യുന്നത്. ഇവിടെ മെയിൽ ഗ്യാമേറ്റ് ഏതാണ്? പോളൻ ആണ് അല്ലേ? പോളൻ ഗ്രെയിൻസ് ആണ് മെയിൽ ഗ്യാമേറ്റുകൾ. ഫീമെയിൽ ഗ്യാമേറ്റ് ഏതാണ്? എഗ് ആണ്. എഗ് ആണ് ഫീമെയിൽ. അപ്പോ എഗ്ഗും പോളൻ ഗ്രെയിനും കൂടെ കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുക? സീഡ് ഉണ്ടാവുക. ആ പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ മറ്റൊരു പ്രോസസ്സ് ആദ്യം നടക്കണം. അതേതാണ്? പോളിനേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് പോളിനേഷനെ പറ്റി. പോളിനേഷനും ഫെർട്ടിലൈസേഷനും കൂടെ നടക്കുമ്പോഴാണ് സീഡ് ഫോം ചെയ്യപ്പെടുക. ഓക്കെ, പോളിനേഷനും ഫെർട്ടിലൈസേഷനും. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്യാമേറ്റുകൾ കൂടിച്ചേരുന്നു. എന്താണ് പോളിനേഷൻ? ഈ പോളൻ ഗ്രെയിൻസ് ഇവിടുത്തെ പോളൻ ഗ്രെയിൻസ് ചെന്ന് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് നടക്കണം? ഈ ഒരു പോളൻ ഗ്രെയിൻസ് എവിടേക്ക് ചെല്ലണം? സ്റ്റിഗ്മയിലേക്ക് ചെന്ന് പതിക്കണം. പോളൻ ഗ്രെയിൻസ് എവിടെ ഉണ്ടാവുക? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള സ്റ്റേമനിലെ ആന്തരിലാണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക അല്ലേ? ഇത് എവിടേക്കാണ് ചെല്ലേണ്ടത്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലേക്ക് ചെല്ലണം. ഏതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്? പിസ്റ്റിലാണ്. പിസ്റ്റിലിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ഒവ്യൂൾ. ഈ ഒവ്യൂളിനുള്ളിലാണ് എന്തിരിക്കുന്നത്? എഗ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം പോളൻ ഗ്രെയിൻസ് വന്ന് സ്റ്റിഗ്മയിലേക്ക് പതിക്കണം. എന്നിട്ട് മാത്രമേ എവിടേക്ക് ചെല്ലാൻ പറ്റുകയുള്ളൂ? എഗ്ഗിലേക്ക് ചെല്ലാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആദ്യം നടക്കുന്നത് പോളിനേഷൻ ആണ്. പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് വന്ന് പതിക്കുന്നു. അതിനുശേഷമാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പോൾ പോളൻ ഗ്രെയിനിലെയും അതുപോലെ തന്നെ എഗ്ഗിലെയും ജീനുകൾ കൂടിച്ചേരപ്പെടുന്നു. ഓക്കെ, രണ്ട് തരത്തിലുള്ള പോളിനേഷനുകളാണ് ഉള്ളത്. സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും. എന്താണ് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്? ഒരേ ഫ്ലവറിലെ ആന്തറിൽ നിന്നും അതേ ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ചെന്ന് പതിക്കുന്ന പ്രോസസ്. ഒരേ ഫ്ലവറിലെ ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ചെന്ന് പതിക്കുന്ന പ്രോസസ്സാണ് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഇനി ക്രോസ് പോളിനേഷൻ എന്താണ്? ക്രോസ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലവറിലെ ആന്തറിൽ നിന്നും മറ്റൊരു ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ചെന്ന് പതിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് വ്യത്യസ്ത തരത്തിലുള്ള പോളിനേഷനുകൾ. അപ്പോൾ പോളിനേഷനെ പറ്റിയും ഫെർട്ടിലൈസേഷനെ പറ്റിയും ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ജെനറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് എമർജ് ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജെനറ്റിക്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹെറിഡിറ്റിയെ പറ്റിയും വേരിയേഷനെ പറ്റിയുമുള്ള സ്റ്റഡിയാണ്. ഇതിന്റെ പിതാവ്, ജെനറ്റിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഗ്രിഗർ ജോഹാൻ മെൻഡൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഗ്രിഗർ ജോഹാൻ മെൻഡൽ. അദ്ദേഹം എന്ത് ചെയ്തു? ഇൻഹെറിറ്റൻസിനെ പറ്റിയുള്ള കുറെ ലോസ് ഒക്കെ കണ്ടുപിടിച്ചു. ഓക്കെ, പ്രൊപ്പോസ്ഡ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. എങ്ങനെയാണ് പാരമ്പര്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് വേരിയേഷൻ ഉണ്ടാകുന്നത് എന്നുള്ളവയെ പറ്റിയുള്ള ലോസ് ഒക്കെ ഇദ്ദേഹമാണ് പ്രൊപ്പോസ് ചെയ്തത് ആദ്യമായിട്ട്. ഓക്കെ, അപ്പം ഇദ്ദേഹം എക്സ്പെരിമെന്റ് നടത്തുകയാണ്. ഏതിലാണ്? പൈസൺ സറ്റൈവം എന്ന് പറയുന്ന ഗാർഡൻ പേയിൽ എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണ് അദ്ദേഹം ഇതുപോലെയുള്ള ജെനറ്റിക്സിനെ പറ്റിയുള്ള ലോസ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇദ്ദേഹം ഹൈബ്രിഡൈസേഷൻ പ്രോസസ് നടത്തി. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രോസ് പോളിനേഷൻ ആണ്. നാച്ചുറൽ ആയിട്ടുള്ള ക്രോസ് പോളിനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതോ ഒരു ഫ്ലവറിന്റെ പോളൻ ഗ്രെയിൻ മറ്റേതോ ഫ്ലവറിലേക്ക് ചെന്ന് പതിക്കുന്നു. ഇവിടെ എന്താ ചെയ്യുക? ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ പോളിനേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു പ്ലാന്റിനെ നമ്മൾ മെയിൽ പ്ലാന്റ് ആയിട്ട് എടുക്കുന്നു, മറ്റൊരു പ്ലാന്റിനെ നമ്മൾ ഫീമെയിൽ പ്ലാന്റ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹൈറ്റ് കൂടിയ പ്ലാന്റിനെ നമ്മൾ മെയിൽ പ്ലാന്റ് ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഹൈറ്റ് കൂടിയ ഒരു പ്ലാന്റിനെ മെയിൽ പ്ലാന്റ് ആയിട്ട് എടുക്കുന്നു.
ഹൈറ്റ് കുറഞ്ഞ മറ്റൊരു പ്ലാന്റിനെ ഫീമെയിൽ പ്ലാന്റ് ആയിട്ടും എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഹൈറ്റ് കൂടിയ പ്ലാന്റിലെ പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റിലെ ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്ക് കൊണ്ടുപോയിടുന്നു. ഇതാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ പേരൻസുകളെ നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഏത് ക്യാരക്ടറിനെ പറ്റിയാണോ നമുക്ക് പഠിക്കാനുള്ളത്, ആ ക്യാരക്ടറുള്ള പേരന്റുകളെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി കഴിയുമ്പോൾ പോളിനേഷൻ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ എന്തുണ്ടാവും? പുതിയൊരു തൈ ഇവിടെ നിന്നും ഉണ്ടാവും അല്ലേ? ഇത് രണ്ടുകൂടെ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു പ്ലാന്റ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ആ പ്ലാന്റിന്റെ ക്യാരക്ടറിനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇത്തരത്തില് പുതിയൊരു ക്യാരക്ടർ അല്ല, അച്ഛൻ്റെയും അമ്മയുടെയും ക്യാരക്ടർ കുട്ടിയിലേക്ക് വരുന്നത് ഗ്യാമേറ്റുകൾ വഴിയാണ്. ഓക്കെ, ഗ്യാമേറ്റുകൾ വഴിയാണ് ഇത്തരത്തില് കുട്ടിയിലേക്ക് ക്യാരക്ടറുകൾ എത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഗ്യാമേറ്റിനുള്ളിലെ ജീനുകളാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. എന്നാൽ ഈ ഗ്യാമേറ്റുകൾ വഴി എന്തോ ഒരു ഫാക്ടർ കുട്ടിയിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന ജീനിനെ അദ്ദേഹം അന്ന് വിളിച്ചത് ഫാക്ടർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഫാക്ടറുകളാണ് ഓരോ ക്യാരക്ടറിനും കാരണമെന്ന് അദ്ദേഹം ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ക്രോസ് പോളിനേഷൻ വഴി മനസ്സിലാക്കി. ഫാക്ടറുകൾ പെയറുകളായിട്ടാണ് കാണപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ആണ് ഇദ്ദേഹം നടത്തിയതെന്ന് പറഞ്ഞു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന്റെ പ്രത്യേകത എന്താ? നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിനെ നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ? ഡിസൈഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിനെ മാത്രമാണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? പോളിനേഷന് വേണ്ടിയും ഫെർട്ടിലൈസേഷന് വേണ്ടിയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ എമർജൻസ് ഓഫ് ജെനറ്റിക്സിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, മെന്റൽ സ്റ്റഡി ചെയ്തത് 7 ക്യാരക്ടറുകളെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഓരോ ക്യാരക്ടറിൻ്റെയും കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഫോമുകളെ എടുത്തിട്ട് അദ്ദേഹം സ്റ്റഡി ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ മെന്റൽ എടുത്ത 7 ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഫ്ലവർ കളർ, ഫ്ലവർ പൊസിഷൻ, സീഡ് കളർ, സീഡ് ഷേപ്പ്, പോട്ട് കളർ, സ്റ്റെം ഹൈറ്റ്. അപ്പോൾ ഇത്രയും ക്യാരക്ടറുകൾ എടുത്തു, എന്നിട്ട് അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഫോമുകളെ നോക്കുകയാണ്. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ, അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള 2 ഫോമുകൾ ഏതൊക്കെയാണ്? ടോള്, ഷോർട്ട്. ഇതാണ് ഇതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഫോമുകൾ. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ 2 ട്രേറ്റുകളാണ് ടോൾ, ഷോർട്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ടോൾ പ്ലാന്റിനെ എടുത്തിട്ട് മെയിൽ പ്ലാന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഷോർട്ട് ആയിട്ടുള്ള മറ്റൊരു പ്ലാന്റിനെ എടുത്തിട്ട് അതിനെ ഫീമെയിൽ പ്ലാന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. പോളിനേറ്റ് ചെയ്യിക്കുന്നു, ഫെർട്ടിലൈസേഷൻ നടത്തുന്നു, പുതിയ സീഡ് ഉണ്ടാക്കുന്നു, പുതിയ തൈല് എന്താണ് ക്യാരക്ടർ എന്ന് സ്റ്റഡി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ 7 ക്യാരക്ടർ. ഫ്ലവർ കളറിന്റെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഏതാണ്? പർപ്പിൾ ഓർ വൈറ്റ്. ഫ്ലവർ പൊസിഷനോ ആക്സിയൽ ഓർ ടെർമിനൽ. ആക്സിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്റ്റെമ്മിന്റെയും ലീഫിന്റെ ഇടയിൽ വരുന്ന ജംഗ്ഷൻ. ഓക്കെ, ഇതാണ് ആക്സിയൽ ഫ്ലവർ. ഓക്കെ, ദെൻ ടെർമിനൽ, ടിപ്പിലേക്ക് വരുന്ന ഫ്ലവർ. ദെൻ സീഡ് കളർ യെല്ലോ ഓർ ഗ്രീൻ, സീഡ് ഷേപ്പ് റൗണ്ട് ഓർ റിങ്കിൾഡ്, പോട്ട് ഷേപ്പ് ഇൻഫ്ലേറ്റഡ് കൺസ്ട്രിക്റ്റഡ്, പോട്ട് കളർ ഗ്രീൻ ഓർ യെല്ലോ, സ്റ്റെം ഹൈറ്റ് ടോൾ ഓർ ഷോർട്ട്. ഏതൊക്കെയാണ് ട്രേറ്റ് എന്ന് നമ്മുടെ ടെക്സ്റ്റ് പറയുന്നില്ല, ഏതൊക്കെയാണ് ക്യാരക്ടർ എന്ന് മാത്രമാണ് ടെക്സ്റ്റിൽ പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ മെന്റലിന്റെ എക്സ്പെരിമെന്റിലേക്ക് കടക്കുകയാണ്. അപ്പോൾ മെന്റൽ ആദ്യം സ്റ്റഡി ചെയ്തത് ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ്. ഓക്കെ, ഹൈറ്റ്. ഹൈറ്റിന്റെ 2 കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേറ്റ് ഏതൊക്കെയാണ്? ടോളും ഡ്വാർഫും, അല്ലെങ്കിൽ ടോളും ഷോർട്ടും. ഷോർട്ട് അല്ലെങ്കിൽ ഡ്വാർഫ് എന്ന് നമുക്ക് എഴുതാം. ടോളും ഡ്വാർഫും. ഇതാണ് പാരന്റൽ പ്ലാന്റ്സ്. ഓക്കെ, പാരന്റ്സ്. അപ്പോൾ
അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകൾ എടുത്താണ് ആദ്യം അദ്ദേഹം സ്റ്റഡി ചെയ്തത്. നമുക്കറിയാം ഓരോ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ജീനുകളാണ് അല്ലെ? ജീൻസ്. അപ്പോൾ ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നതും ജീനാണ്. അപ്പോൾ ഓരോ ജീനിനും എന്തുണ്ട്? ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോമുകളുണ്ട്. അതിനെ നമ്മൾ അലീൽ എന്ന് പറയാം. അപ്പോൾ ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിന്റെ 2 അലീലുകളാണ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഓക്കെ, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഇതാണ് ഈ ജീനിന്റെ 2 അലീൽസ്. ഓക്കെ, അപ്പോൾ 2 അലീലുകളാണ് ഈ ജീനിനുള്ളത്. സാധാരണയായിട്ട് അലീലുകൾ പെയറുകളായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ടോൾനെസ്സിനെ കൺട്രോൾ ചെയ്യുന്ന അലീലാണ്. സ്മോൾ ടി എന്ന് പറയുന്നത് ഡാർക്ക്നെസ്സിനെ കൺട്രോൾ ചെയ്യുന്ന അലീലാണ്. അപ്പോൾ അലീലുകൾ പെയറുകളായിട്ട് കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഐഡന്റിക്കൽ ആയിട്ടുള്ള പെയർസും വരാം, അല്ലെങ്കിൽ നോൺ ഐഡന്റിക്കൽ ആയിട്ടുള്ള അലീലുകൾ കൂടി ചേർന്നും പെയർസ് വരാം. ഓക്കെ, ഐഡന്റിക്കൽ ആയിട്ടുള്ള 2 പെയറുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ടിയും. അപ്പോൾ രണ്ടും സെയിം അലീലുകൾ കൂടി ചേർന്ന ഒരു ജീൻ ഉണ്ടാവുന്നു. ഓക്കെ, ഇനി സ്മോൾ ടി, സ്മോൾ ടി 2 ഡാർക്ക്നെസ്സിന് വേണ്ടിയുള്ള അലീലുകൾ കൂടി ചേർന്നൊരു ജീൻ ഉണ്ടാവുന്നു. ഇനി മറ്റൊരു പെയർ വരാം, ക്യാപിറ്റൽ ടി, സ്മോൾ ടി. അതായത് എന്താണ്? ഒരു ടോൾനെസ്സിനുള്ളതും ഒരു ഡാർക്ക്നെസ്സിനുള്ള അലീലും കൂടി ചേർന്നുള്ള ഒരു ജീനും വരാം. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം എടുത്ത പേരന്റൽ പ്ലാന്റ്സിന്റെ ജീനുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ ടി എന്നുള്ള ടോൾ പ്ലാന്റ് ആയിരുന്നു. സ്മോൾ ടി എന്നുള്ള ഡ്വാർഫ് പ്ലാന്റ് ആയിരുന്നു. ഇനി ഈ പേരൻസിൽ നിന്നും എന്തുണ്ടാവുന്നുണ്ട്? ഗ്യാമേറ്റുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഗ്യാമേറ്റ്സ്. ഗ്യാമേറ്റ്സ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ അലീലുകൾ സിഗ്രിഗേറ്റ് ചെയ്തു പോകുന്നു, അതായത് സെപ്പറേറ്റ് ചെയ്ത് മാറുന്നു. ഓക്കെ, അപ്പോൾ 2 അലീലുകൾ ഉണ്ടാവുന്നു. ക്യാപിറ്റൽ ടിയുടെ 2 അലീലുകൾ ഈ പ്ലാന്റിൽ നിന്നും ഉണ്ടാവും. സ്മോൾ ടിയുടെയും അലീലുകൾ 2 എണ്ണം ഉണ്ടാവും. ഇത് ഐഡന്റിക്കൽ അല്ലേ? അതുകൊണ്ട് നമ്മൾ ഒരെണ്ണം മാത്രമേ ഇവിടെ എഴുതുന്നുള്ളൂ. ഓക്കെ, ഐഡന്റിക്കൽ ആയതുകൊണ്ടാണ് നമ്മൾ ഒന്ന് മാത്രമായിട്ട് എഴുതുന്നത്. ഇനി ഈ ഗ്യാമേറ്റുകൾ തമ്മിൽ കൂടിച്ചേർന്ന് എന്തുണ്ടാവുന്നു? പുതിയൊരു പ്ലാന്റ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പം ആ പ്ലാന്റിലെ ജീൻ എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയുമുള്ള ഒരു ജീൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ടി ഈ പ്ലാന്റിൽ നിന്നാണ് വന്നത്, സ്മോൾ ടി മറ്റേ പാരന്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓഫ്സ്പ്രിങ്സിനെ ജനിപ്പിക്കുന്നു. അപ്പോൾ ഇതിന്റെ ക്യാരക്ടർ എങ്ങനെയുള്ളതായിരിക്കും? ടോണിനെ കൺട്രോൾ ചെയ്യുന്ന ക്യാപിറ്റൽ ടി അലീലുണ്ട്, ഡാർക്ക്നെസ്സിനെ കൺട്രോൾ ചെയ്യുന്ന സ്മോൾ ടി അലീലും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ സൈഗോട്ടിന്റെ അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്ങിന്റെ ജീൻ ക്യാരക്ടർ എങ്ങനെയുള്ളതായിരിക്കും? ടോൾ ആയിരിക്കും. എന്തുകൊണ്ടാണ് ടോൾ ആയിട്ട് വന്നിട്ടുള്ളത്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടി, ക്യാപിറ്റൽ ടി, ടോൾനെസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഈ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന അലീൽ എന്ത് ചെയ്തു? ഈ സ്മോൾ ടിയുടെ എഫക്റ്റിനെ മാസ്ക് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റൽ ടി ആണ് ഇവിടെ എന്ത് ചെയ്ത് നിൽക്കുന്നത്? ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. സ്മോൾ ടി ആണ് ഇവിടെ സപ്രസ് ആയി പോയത് അല്ലെങ്കിൽ ഹൈഡ് ചെയ്യപ്പെട്ടത്. ഓക്കെ, സ്മോൾ ടി ഇവിടെ ഉണ്ടെങ്കിൽ പോലും അതിന്റെ എഫക്റ്റ് പുറത്തേക്ക് വരുന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഇതിന്റെ മുന്നിലേക്ക് കയറി നിന്നു, ഇവിടെ എഴുതിയത് ഇല്ലാണ്ടായി പോകുന്നില്ല, സ്മോൾ ടി ഇവിടെ ഇല്ലാണ്ടായി പോകുന്നില്ല. പക്ഷെയോ ഞാനിവിടെ മുന്നിൽ നിന്നതുകൊണ്ട് ഇത് കാണാണ്ടായി പോയി. അതുപോലെ തന്നെയാണ് ഇവിടെ ക്യാപിറ്റൽ ടി ഉള്ളത് കൊണ്ട് സ്മോൾ ടിയുടെ എഫക്റ്റിനെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. അപ്പൊ ഇവിടെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആരാണ്? ഈ ക്യാപിറ്റൽ ടി ആണ്. ഓക്കെ, ഈ ക്യാപിറ്റൽ ടി ആണ് ഇവിടെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഡൊമിനന്റ് അലീലാണ്. ഓക്കെ, ഇവിടെ സപ്രസ് ആയി പോയത് സ്മോൾ ടി ആണ്, ഇത് റെസസീവ് അലീലാണ്. അപ്പോൾ ഇവിടെ ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടർ എന്താണ്? ഈ ക്യാപിറ്റൽ ടിയുടെ
ക്യാപിറ്റൽ ടിയുടെ ടോൾനെസ് എന്നുള്ള ക്യാരക്ടറാണ്. ഓക്കെ, റെസസീവ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഹൈഡ് ആയി പോയത് ഡ്വാർഫ്നെസ് എന്നുള്ള ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് ഉണ്ടായ ഓഫ്സ്പ്രിങ് ടോൾ ആയിട്ട് വന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി when the plants that are differ in a pair of contrasting traits are hybridized, only one trait is expressed while the other remains hidden in the offspring of first generation. ഫസ്റ്റ് ജനറേഷൻ, ഇത് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ആണ്. ഇങ്ങനെ ക്രോസ് ചെയ്ത് കിട്ടിയ ആദ്യത്തെ ജനറേഷൻ ആണ് ഇത് F1 ജനറേഷൻ ആണ്. ഈ F1 ജനറേഷനിൽ എന്ത് ചെയ്തു? ഒരു ക്യാരക്ടർ മാത്രമേ എക്സ്പ്രസ് ആയി വന്നുള്ളൂ. ആ ക്യാരക്ടറിനെ ഡോമിനന്റ് ട്രേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഡോമിനന്റ് ട്രേറ്റ്. ഹൈഡ് ആയി പോയത് റെസസീവ് ട്രേറ്റ്. ഇവിടെ ഡോഫ്നെസ് ആണ് റെസസീവ് ട്രേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് നമ്മൾ പറയുന്നത് മെൻഡലിന്റെ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എക്സ്പെരിമെന്റ് എന്തായിരുന്നു? ക്രോസ് പോളിനേഷൻ ആയിരുന്നു അല്ലേ? ടോൾ ആയിട്ടുള്ള ഒരു പ്ലാന്റിനെയും ഡ്വാർഫ് ആയിട്ടുള്ള ഒരു പ്ലാന്റിനെയും ക്രോസ് പോളിനേറ്റ് ചെയ്തു. രണ്ടാമത് അദ്ദേഹം ചെയ്തത് ഇതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ F1 ജനറേഷനിലെ പ്ലാന്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ടി സ്മോൾ ടി ജീനുള്ള ഒരു ടോൾ പ്ലാന്റിനെ സെൽഫ് പോളിനേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലവറിലെ പോളൻ ഗ്രെയിൻ എടുത്തിട്ട് അതേ ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിന് മെയിൽ പാരന്റും ഫീമെയിൽ പാരന്റും എന്ത് തന്നെയാണ്? ഒരു പ്ലാന്റ് തന്നെയാണ് അല്ലേ? അപ്പോൾ രണ്ടിലും എന്താണ്? ഒരേ ജീൻ തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ടോൾ പ്ലാന്റ് F1 ജനറേഷനിൽ നമുക്ക് കിട്ടിയ ടോൾ പ്ലാന്റിനെ സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, ഇതാണ് സെൽഫ് പോളിനേഷൻ. അപ്പോൾ ഇവിടെയും ഗ്യാമേറ്റുകൾ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? എങ്ങനെയാ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നത്? ഗ്യാമേറ്റുകൾ ഏതൊക്കെയാ ഫോം ചെയ്യുന്നത്? ക്യാപിറ്റൽ ടി ഗ്യാമേറ്റും സ്മോൾ ടി ഗ്യാമേറ്റും ഉണ്ടാവുന്നുണ്ട് അല്ലേ? ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും സെപ്പറേറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ രണ്ട് ഗ്യാമേറ്റുകൾ ഫോം ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇവിടെ നമ്മൾ ഒന്ന് മാത്രമേ എഴുതിയുള്ളായിരുന്നു. കാരണം എന്താ? ഇത് രണ്ടും ഐഡന്റിറ്റിക്കൽ ആയിരുന്നു അല്ലേ? ഒരേപോലുള്ള അലീലുകളായിരുന്നു. എന്നാൽ ഇവിടെ വരുമ്പോൾ അങ്ങനെയാണോ? രണ്ടും വ്യത്യസ്ത അലീലുകളാണ്. അപ്പോൾ രണ്ട് ഗ്യാമേറ്റുകൾ സെപ്പറേറ്റ് ആയിട്ടും ഉണ്ടാവുന്നു. ഇനി ഇവിടെയും അതുപോലെ തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ള രണ്ട് ഗ്യാമേറ്റുകൾ ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി എങ്ങനെയാണ് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത്? ഓക്കെ, അപ്പോൾ ഈ രണ്ട് അലീലുകൾ കൂടി ചേർന്ന പുതിയൊരു പ്ലാന്റ് ഉണ്ടാവും അല്ലേ? ക്യാപിറ്റൽ ടി ജീനുള്ള പുതിയൊരു പ്ലാന്റ് ഉണ്ടാവും. ഇനി ഈ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കൂടെ കൂടി ചേർന്ന് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ള മറ്റൊരു പ്ലാന്റ് ഉണ്ടാവുന്നു. ഇനി ഈ സ്മോൾ ടിയും ക്യാപിറ്റൽ ടിയും കൂടെ കൂടി ചേർന്ന് പുതിയൊരു പ്ലാന്റ് ഉണ്ടാവുന്നു, ക്യാപിറ്റൽ ടി സ്മോൾ ടി. നമുക്കിത് നേരെ തിരിച്ചു എഴുതാം. സ്മോൾ ടി ക്യാപിറ്റൽ ടി ആയിട്ട് വേണമെങ്കിലും എഴുതാം. ഇനി സ്മോൾ ടി ഉള്ള മറ്റൊരു പ്ലാന്റ് ഉണ്ടാവും. ഇനി ഈ പ്ലാന്റിന്റെ ഒക്കെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്? ഇത് ടോൾ ആയിരിക്കുമോ ഡ്വാർഫ് ആയിരിക്കുമോ? ടോൾ പ്ലാന്റ് ആയിരിക്കും അല്ലേ? ഇത് ടോൾ ആണ്. അതായത് ഇവിടെ ടോളിനെ കൺട്രോൾ ചെയ്യുന്ന ഡൊമിനന്റ് അലീലായിട്ടുള്ള ക്യാപിറ്റൽ ടി രണ്ടെണ്ണം ഉണ്ട് അല്ലേ? ഇവിടെയോ ഇത് ടോൾ ആയിരിക്കുമോ ഡ്വാർഫ് ആയിരിക്കുമോ? ഇതും ടോൾ തന്നെയാണ്. കാരണം എന്താണ്? ഇവിടുത്തെ ഈ സ്മോൾ ടിയുടെ എഫക്റ്റിനെ ക്യാപിറ്റൽ ടി മാസ്ക് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ ഇതിന്റെ എഫക്റ്റ് ഈ ഡോമിനന്റ് ജീൻ ഇല്ലാതാക്കുന്നു. അപ്പോൾ ഡോമിനന്റ് അലീൽ ഏതാണ്? ക്യാപിറ്റൽ ടി ആണ്. അത് ടോളിനെ കാണിക്കുന്നു, ടോൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ടാവുന്നു. ഇനി ഇവിടെയോ ഇതുപോലെ തന്നെ ടോൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഉണ്ടാകുന്നത്. ഇവിടെ വരുമ്പോഴോ എന്താണ്? രണ്ട് റെസസീവ് അലീലുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു ജീൻ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് ഡ്വാർഫ് ആണ്. അപ്പോ ആകെ 4 പ്ലാന്റ് ഉണ്ടായതില് 3 എന്താണ്? ടോൾ പ്ലാന്റുകളാണ്.
പാരന്റിന്റെ അതേ ക്യാരക്ടറാണ് ഈ 3 പ്ലാന്റുകളും കാണിക്കുന്നത്. എന്നാൽ ഇവിടെയോ വ്യത്യാസപ്പെട്ട് വരുന്നു. ഒരു പ്ലാന്റ് വ്യത്യാസപ്പെട്ട, അതായത് പാരന്റിൽ നിന്നും വ്യത്യാസപ്പെട്ട ഒരു ക്യാരക്ടർ കാണിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എങ്ങനെയാണ്? 3:1 റേഷ്യോയിലാണ് ഓഫ്സ്പ്രിംഗ് ഉണ്ടായിട്ടുള്ളത്. 3 ടോൾ പ്ലാന്റും ഒരു ഡ്വാർഫ് പ്ലാന്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്തുകൊണ്ടാണ് ഈ റെസസീവ് ട്രേറ്റ്, അതായത് ഫസ്റ്റ് ജനറേഷനിൽ അപ്പിയർ ചെയ്യാതിരുന്ന റെസസീവ് ട്രേറ്റ് സെക്കൻഡ് ജനറേഷനിലേക്ക് അപ്പിയർ ചെയ്തു വന്നത്? ഇത് സെക്കൻഡ് ജനറേഷൻ ആണ് അല്ലെ, F2 ജനറേഷൻ ആണ്. അതായത് F1 ജനറേഷനിലെ പ്ലാന്റിനെ എടുത്തിട്ട് സെൽഫ് പോളിനേറ്റ് ചെയ്തുണ്ടായ F2 ജനറേഷൻ ആണ് ഇത്. അപ്പോൾ F2 ജനറേഷനിൽ എങ്ങനെയാണ് പുതിയൊരു ഫീച്ചർ അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ആകാതിരുന്ന ട്രേറ്റ് എങ്ങനെയാണ് വന്നതെന്നാണ് ക്വസ്റ്റ്യൻ. Why does the recessive trait in the first generation appear in the second generation? ഓക്കെ, അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നിട്ടുള്ളത്? ഗ്യാമേറ്റിന്റെ ഫോർമേഷന്റെ സമയത്ത് എന്ത് ചെയ്തു? ഈ അലീലുകൾ സെപ്പറേറ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്തു പോയി അല്ലേ? ഗ്യാമേറ്റ് ഫോം ചെയ്ത സമയത്ത് ഈ അലീലുകൾ സെപ്പറേറ്റ് ആയിട്ട് മാറിപ്പോയി. അതുകൊണ്ടാണ് പുതിയൊരു കോമ്പിനേഷൻ ഇവിടെ ഉണ്ടായി വന്നത്. ഓക്കെ, during gamete formation the factors that determine a particular character segregate without getting mixed. അതായത് ഇവിടെ ഒരു മിക്സിംഗ് നടന്നിട്ടില്ല, സെപ്പറേറ്റ് ആയിട്ടാണ് മാറിപ്പോയിട്ടുള്ളത്. ഇനി half of the gamete formed from the first generation plant capital T small t contain T and the other half contain small t. ഓക്കെ, അതായത് ടോട്ടൽ എത്ര ഗ്യാമേറ്റ് ഉണ്ടായത്? 4 ഗ്യാമേറ്റ് ഉണ്ടായി അല്ലേ? ഇവിടെ ഈ 4 ഗ്യാമേറ്റില് 2 എണ്ണം എന്തായിരുന്നു? 2 എണ്ണം ക്യാപിറ്റൽ ടിയും ബാക്കി 2 എണ്ണം സ്മോൾ ടിയുമായിരുന്നു. പാരന്റിന്റെ ജീൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരുന്നു. അപ്പോൾ ഇതെന്താ ചെയ്തു? മിക്സ് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യപ്പെട്ടു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് സെക്കൻഡ് എക്സ്പെരിമെന്റ്. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ എന്തൊക്കെ നിഗമനങ്ങളിലേക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നതെന്നാണ് നമ്മൾ ഇനി പറയുന്നത്. നോക്കിക്കേ, എ ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ എ കോമ്പിനേഷൻ ഓഫ് 2 ഫാക്ടർ. 2 ഫാക്ടറുകളുടെ കോമ്പിനേഷൻ ആണ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് നമുക്കറിയാം ആ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ജീനാണ്. കോമ്പിനേഷൻ ഓഫ് 2 ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 2 അലീലുകളുടെ കോമ്പിനേഷൻ ആണ് അല്ലേ? ഇനി അടുത്ത കാര്യം പറഞ്ഞ എന്താണ്? നമ്മുടെ F1 ജനറേഷനിൽ ഒരു ട്രേറ്റ് എന്ത് ചെയ്തു? ഡൊമിനന്റ് ആയിട്ട് നിന്നു. അതായത് ഒരു ട്രേറ്റ് എക്സ്പ്രസ് ചെയ്തു. ആ ട്രേറ്റ് ആണ് ഡൊമിനന്റ് ട്രേറ്റ്. മറ്റേത് എന്ത് ചെയ്തു? ഹിഡൻ ആയി പോയി അല്ലെങ്കിൽ മറഞ്ഞുപോയി. ആ ട്രേറ്റ് ആണ് റെസസീവ് ട്രേറ്റ്. എക്സ്പെരിമെന്റിൽ ഏതായിരുന്നു ഡൊമിനന്റ് ട്രേറ്റ്? ടോൾ അല്ലേ? റെസസീവ് ട്രേറ്റ് ഡ്വാർഫ്. അപ്പോൾ F1 ജനറേഷനിൽ ഡൊമിനന്റ് ട്രേറ്റ് മാത്രമാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, നമ്മുടെ F1 ജനറേഷനിൽ ഹിഡൻ ആയി പോയിട്ടുള്ള ട്രേറ്റ് സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴേക്കും, അതായത് F2 ജനറേഷനിലേക്ക് വന്നപ്പോഴേക്കും എക്സ്പ്രസ് ആയി അല്ലേ? ഡ്വാർഫ് ഫസ്റ്റ് ജനറേഷനിൽ എന്ത് ചെയ്തു? ഹിഡൻ ആയി പോയി. സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴേക്കും സെൽഫ് പോളിനേഷൻ കഴിഞ്ഞപ്പോഴേക്കും എന്തായി? അത് എക്സ്പ്രസ് ആയി. ഓക്കെ, ഇനി ഡൊമിനന്റ് ആൻഡ് റെസസീവ് ട്രേറ്റിന്റെ റേഷ്യോ എന്തായിരുന്നു? 3:1. അതായത് സെക്കൻഡ് ജനറേഷനിൽ 3 ടോൾ പ്ലാന്റും ഒരു ഡ്വാർഫ് പ്ലാന്റുമാണ് ഉണ്ടായത്. അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന്റെ നിഗമനമാണ്. ക്ലിയർ അല്ലേ? ഇനി ഇദ്ദേഹം നടത്തിയ അടുത്ത എക്സ്പെരിമെന്റിലേക്ക് നമ്മൾ പോവാണ്. ആദ്യം എന്തായിരുന്നു? ഒരൊറ്റ ക്യാരക്ടറിനെ എടുത്തു, അതിന്റെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകളെ സ്റ്റഡി ചെയ്തു. ഇവിടെ വന്നപ്പോഴേക്കും 2 ക്യാരക്ടറുകളെ എടുക്കുകയാണ്. ഓക്കെ, 2 ക്യാരക്ടർ. ഒന്നെന്ന് പറയുന്നത് ഹൈറ്റ്, സെക്കൻഡ് എന്ന് പറയുന്നത് സീഡ് ഷേപ്പ്. ഓക്കെ, അപ്പോ ഹൈറ്റ് ഒരെണ്ണം ടോൾ പ്ലാന്റും മറ്റേത് ഡ്വാർഫ് പ്ലാന്റും. ഓക്കെ, ടോള് ഡ്വാർഫ്. ഓക്കെ, സീഡ് ഷേപ്പ് റൗണ്ട് ഷേപ്പ്, റിങ്കിൾഡ് ഷേപ്പ്. ഓക്കെ, റൗണ്ട് ആയിട്ടുള്ളതും
ചില ചുരുങ്ങിയൊക്കെ ഇരിക്കുന്ന ഒരു സീഡും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ക്യാരക്ടറുകളെയും ഒരേ സമയത്ത് ഇദ്ദേഹം പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹം സെലക്ട് ചെയ്ത പാരന്റൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ടോൾ പ്ലാന്റ് റൗണ്ട് സീഡ് ആയിരുന്നു. ഫസ്റ്റ് പാരന്റ് ടോൾ പ്ലാന്റ് റൗണ്ട് സീഡ് ആയിരുന്നു. സെക്കൻഡ് എന്ന് പറയുന്നത് ഡ്വാർഫ് റിങ്കിൾഡ്. ഡ്വാർഫ് പ്ലാന്റ് റിങ്കിൾഡ് സീഡ്. അപ്പൊ അതിന്റെ ജീൻ എങ്ങനെയാ വരുന്നത് നോക്കിയേ. ടോൾ പ്ലാന്റ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ടോൾ റൗണ്ട്, ഇതാണ് ഇതിന്റെ ജീന്. ഇവിടെ ഡ്വാർഫ് സ്മോൾ ടി സ്മോൾ ആർ, ഇതാണ് റെസസീവ് ട്രേറ്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഇതെന്നും ഗ്യാമേറ്റുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ? ഗ്യാമേറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഏതാണ് ഗ്യാമേറ്റ്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ഇതാണ് ഇവിടുത്തെ ഗ്യാമേറ്റ്. ഈ പ്ലാന്റിന്റെ ഗ്യാമേറ്റ്. ഇവിടുത്തെ ഗ്യാമേറ്റ് എന്താണ്? സ്മോൾ ടി സ്മോൾ ആർ. ഈ ഗ്യാമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്ത് പുതിയൊരു സൈഗോട്ട് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു സീഡ് ഉണ്ടാവുമ്പോൾ അതിന്റെ ജീൻ എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഇതാണ് ഇതിന്റെ ജീന്. ഇതിന്റെ ക്യാരക്ടർ എന്തായിരിക്കും? ഇവിടെ നമുക്കറിയാം ഡൊമിനന്റ് ആയിട്ടുള്ള അലീലുണ്ട്. ഡൊമിനന്റ് ആയിട്ടുള്ള അലീൽ ടോളിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്മോൾ ടിയുടെ എഫക്റ്റ് അവിടെ ഇല്ലാണ്ടായി പോകുന്നു അല്ലെങ്കിൽ ഹൈഡ് ചെയ്യപ്പെടുന്നു. ഇവിടെ റൗണ്ട് സീഡറിനുള്ള ഡൊമിനന്റ് അലീൽ അവിടെ ഉണ്ട്. അപ്പോൾ റിങ്കിൾഡ് സീഡറിനുള്ള ആ ഒരു അലീലിന്റെ എഫക്റ്റ് ഇല്ലാണ്ടായി പോകുന്നു. അപ്പോൾ ടോൾ ആയിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഉണ്ടാവുന്നത്. ടോൾ പ്ലാന്റ് റൗണ്ട് സീഡർ. ഇതാണ് എന്തെന്ന് പറയുന്നത്? F1 ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, F1 ജനറേഷൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ടോൾ പ്ലാന്റ് റൗണ്ട് സീഡർ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത എക്സ്പെരിമെന്റിലേക്ക് വന്നപ്പോഴേക്കും എന്ത് ചെയ്യുകയാണ്? ഇദ്ദേഹം ഈ പ്ലാന്റിനെ എടുത്തിട്ട് സെൽഫ് പോളിനേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ക്രോസ് പോളിനേഷൻ ആണ് നടന്നത്, ഇനി സെൽഫ് പോളിനേഷൻ. അപ്പോ പ്ലാന്റ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. നമുക്കറിയാം സെൽഫ് പോളിനേഷനിൽ ഒരേ ഫ്ലവറിൽ തന്നെ പോളൻ ഗ്രെയിൻസ് ചെന്ന് സ്റ്റിഗ്മയിലേക്ക് വീഴുന്നു. അപ്പോൾ മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റും ഒന്നായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഇവിടെ ഗ്യാമേറ്റുകൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒരു ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ആർ എന്ന് പറയുന്ന ഒരു ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ സ്മോൾ ടി ക്യാപിറ്റൽ ആർ ഉണ്ടാവുന്നുണ്ട്. സ്മോൾ ടി സ്മോൾ ആർ. ഓക്കെ, അപ്പോ ഇത്രയും ഗ്യാമേറ്റുകളാണ് ഫോം ചെയ്യുന്നത്. മെയിൽ ഗ്യാമേറ്റും ഉണ്ടാവുന്നുണ്ട്, ഫീമെയിൽ ഗ്യാമേറ്റും ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഇനി ഈ ഗ്യാമേറ്റുകൾ ഫ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ക്യാരക്ടറാണ് പുതിയ പ്ലാന്റിന് ഉണ്ടാവുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ സെൽഫ് പോളിനേഷൻ ആണ്. ഗ്യാമേറ്റുകൾ ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഓക്കെ, ഇത്രയും മെയിൽ ഗ്യാമേറ്റുകളാണെന്ന് കരുതുക. ഇനി ഫീമെയിൽ ഗ്യാമേറ്റുകൾ. സെയിം പ്ലാന്റിൽ തന്നെയല്ലേ പോളിനേഷൻ നടക്കുന്നത്, അപ്പോൾ ഫീമെയിൽ ഗ്യാമേറ്റും ഇത് തന്നെയായിരിക്കും. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ,
capital T small r, small t capital R, small t small r. ഓക്കെ, ഇനി പല വിധത്തിലുള്ള ക്രോസിംഗ് ഇവിടെ നടക്കുന്നത് അല്ലേ? ഈ രണ്ട് ഗ്യാമേറ്റുകൾ കൂടിച്ചേരുന്നു. അപ്പൊ നോക്കിക്കേ എങ്ങനെ ഉണ്ടാവുക? പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നതിന്റെ ജീന് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഉള്ളതായിരിക്കും അല്ലേ? ഇനി ഇവിടെ വരുമ്പോഴോ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ. ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ക്യാപിറ്റൽ ടി സ്മോൾ ആർ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ദെൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ആർ. ഇതെങ്ങനെ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെയാണ് ക്രോസിംഗ് പോവുക. ഫസ്റ്റ് ഇത് രണ്ടും ക്രോസ് ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു. 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 ഇതുപോലെ തന്നെ ഓരോ ഗ്യാമേറ്റും. ഓക്കെ, ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു. ഇത് രണ്ടും ഇങ്ങനെയാണ് ക്രോസ് ചെയ്ത് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. സ്മോൾ ടി ക്യാപിറ്റൽ ആർ. Small t capital R small r. Then capital T small t capital R small r. Capital T small t small r. Small t capital R small r. Then small t small r. ഇതാണ് ഇതിന്റെ ജീന്. ഇനി ഇതിന്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും? ഇതിന്റെ ട്രേറ്റ് എങ്ങനെയായിരിക്കും? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 4 എന്താണ്? ഡോമിനന്റ് അലീലുകളാണ് അല്ലേ? അപ്പോ ഇത് ഡോമിനന്റ് ക്യാരക്ടറിനെ കാണിക്കും. ഡോമിനന്റ് ക്യാരക്ടർ ഏതാണ്? ടോൾ റൗണ്ട്. ഓക്കെ, ഇത് ടോൾ റൗണ്ട് ആണ്. ഓക്കെ, ഇതും എന്ത് തന്നെയാണ്? ടോൾ റൗണ്ട് ആണ്. കാരണം എന്താ? ഇവിടെ 2 ഡോമിനന്റ് അലീലുണ്ട്. ഇവിടെ ഒരു റെസസീവ് അലീൽ ഉണ്ടെങ്കിൽ പോലും റൗണ്ട് സീഡഡിനുള്ള ഡോമിനന്റ് അലീൽ ഉള്ളത് കൊണ്ട് ആ റെസസീവ് അലീലിനെ മാസ്ക് ചെയ്യുന്നു. ഇവിടെയും അതുപോലെ തന്നെ വരിക. ടോൾ സ്മോൾ ടിയുടെ എഫക്റ്റ് ഇല്ലാണ്ടാവും. ഓക്കെ, ദെൻ ഇവിടെ ടോൾ റൗണ്ട് 2 ഡോമിനന്റ് അലീൽ വന്നിട്ടുണ്ട്. ഇവിടെ ഡോമിനന്റ് അലീലുകളുണ്ട്. ഡോമിനന്റ് അലീലുകൾ എവിടെയുണ്ടോ അവിടെയൊക്കെ റെസസീവ് അലീലിന്റെ എഫക്റ്റ് ഇല്ലാണ്ടായി പോവുകയാണ് ചെയ്യുന്നത്. റെസസീവ് അലീലുകൾ പെയറുകളായി വരുമ്പോൾ മാത്രമേ റെസസീവ്നെസ് എക്സ്പ്രസ് ആവുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ടോൾ റൗണ്ട്. ഓക്കെ, ഇവിടെയും ടോൾ റൗണ്ട്. ഇവിടെ എന്താ വരിക? ടോൾ. ടോൾനെസ്സിനുള്ള ഡൊമിനന്റ് അലീലുകൾ രണ്ടും ഇവിടെയുണ്ട്. ഇവിടെയോ 2 റെസസീവ് അലീലുകൾ പെയറുകളായി വന്നിരിക്കുക. അപ്പൊ ആ ഒരു റെസസീവ് ട്രേറ്റ് ആണ് ഇവിടെ എക്സ്പ്രസ് ആവുക. എന്താണ് റെസസീവ് ട്രേറ്റ്? റിങ്കിൾഡ്. ഓക്കെ, ഇവിടെയോ? അവിടെ എന്താണ്? ടോൾ റൗണ്ട് ആണ് വരിക അല്ലേ? ഇവിടെയും എന്താണ്? റെസസീവ് ട്രേറ്റ് ആണ് എക്സ്പ്രസ് ആകാൻ പോകുന്നത്. എന്തിന്റെ റെസസീവ് ട്രേറ്റ്? സീഡിന്റെ. ഓക്കെ, ടോൾ എന്താണ്? റിങ്കിൾഡ്.
വരുന്ന എന്താണ്? ടോൾ റൗണ്ട് തന്നെയാണ്. ടോൾ റൗണ്ട്. ഇവിടെയോ? ഇവിടെ എന്താ വരിക? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡാർക്ക്നെസ്സിനെയാണ് ഈ സ്മോൾ ടി സൂചിപ്പിക്കുന്നത് അല്ലെ. റെസസീവ് അലീലാണ് ഇവിടെ എക്സ്പ്രസ് ആവുന്നത്. കാരണം എന്താ? റെസസീവ് അലീലിന് വേണ്ടിയുള്ള റെസസീവ് ക്യാരക്ടറിന് വേണ്ടിയുള്ള, റെസസീവ് ട്രേറ്റിന് വേണ്ടിയുള്ള 2 അലീലുകൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇവിടെ ഡ്വാർഫ്, ഡ്വാർഫ്, then റൗണ്ട്. ഇവിടെയോ? ഇവിടെയും എന്ത് തന്നെയാണ്? ഡ്വാർഫ് റൗണ്ട് ആണ് വരിക. ഓക്കെ, then ഇവിടെ ടോൾ റൗണ്ട്. ഓക്കെ, ഇവിടെയോ? ടോൾ സ്മോൾ ആർ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ സ്മോൾ ആർ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താ എക്സ്പ്രസ് ആവുക? റെസസീവ് ട്രേറ്റ്. റെസസീവ് ട്രേറ്റ് ഏതാണ്? റിങ്കിൾഡ്. ഇവിടെയോ? അവിടെ ഡ്വാർഫ്, ഇവിടെ ഡ്വാർഫ് റൗണ്ട് ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ കളർ മാറിപ്പോയിട്ടുണ്ട്. യെല്ലോ കളറാണ് കേട്ടോ. ടോൾ റിങ്കിൾഡ് നമ്മൾ യെല്ലോ കളറിലാണ് എഴുതിയിരുന്നത്. ഇനി എന്താണ് ഇവിടെ? ഇത് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ടി സ്മോൾ ആർ ആണ് വന്നിട്ടുള്ളത് അല്ലേ. സ്മോൾ ടി സ്മോൾ ആർ. അപ്പൊ എന്താണ്? 2 റെസസീവ് അലീലുകളാണ് പെയറായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ എങ്ങനെ വരിക? ഡ്വാർഫ് റിങ്കിൾഡ്. ഓക്കേ, ഡ്വാർഫ് റിങ്കിൾഡ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഏത് റേഷ്യോ ആണ് വന്നിട്ടുള്ളത്? എത്ര ടോൾ റൗണ്ട് വന്നിട്ടുണ്ട്? 1 2 3 4 5 6 7 8 9 അല്ലേ. 9 ടോൾ റൗണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, 9 ടോൾ റൗണ്ട് വന്നിട്ടുണ്ട്. ഇനി ടോൾ റിങ്കിൾഡ് എത്രയാ വന്നിട്ടുള്ളത്? ടോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോ 3 ടോൾ റിങ്കിൾഡ് വന്നിട്ടുണ്ട്. ഇനി ഡ്വാർഫ് റൗണ്ട് എത്രയാ വന്നിട്ടുള്ളത്? 3 എണ്ണം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ 3 ഡ്വാർഫ് റൗണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡ്വാർഫ് റിങ്കിൾഡ് ഒരേ ഒരെണ്ണം മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ. ഡ്വാർഫ് ഇവിടെ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 9:3:3:1 ആണ് അല്ലേ. ഇവിടെ നമ്മുടെ F1 ജനറേഷനിലെ പാരന്റ് ഏതൊക്കെയായിരുന്നു? ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡഡ്. ഓക്കെ, ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡഡ് ആയിരുന്നു F1ന്റെ പാരന്റ്സ്. ഡ്വാർഫ് റിങ്കിൾഡ്. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് F1ന്റെ പാരന്റ്സ്. പാരന്റ്സിന്റെ അതേ ക്യാരക്ടറുകൾ എത്രയെണ്ണോ വന്നിട്ടുള്ളത്? ടോൾ റൗണ്ടും അതുപോലെ തന്നെ ഡ്വാർഫ് റിങ്കിൾഡും. ഓക്കെ, ഡ്വാർഫ് റിങ്കിൾഡും 9:1 അല്ലേ. പാരന്റിന്റെ അതേ ക്യാരക്ടറുകൾ ഇത് രണ്ടുമാണ് വന്നിട്ടുള്ളത്. 9:1 ആണ് അവിടുത്തെ റേഷ്യോ. ഇനി ഇവിടെ ടോൾ റിങ്കിൾഡ് അല്ലേ. ടോൾ റിങ്കിൾഡ് എന്ന് പറയുന്നത് പുതിയൊരു ക്യാരക്ടറാണ്. ഇവിടെ F1ലെയോ F2ലെയോ പാരന്റിന് ഉണ്ടായിരുന്ന ക്യാരക്ടർ അല്ല എന്തെന്ന് പറയുന്നത്. F1ലെ പാരന്റിന് ഉണ്ടായിരുന്ന ക്യാരക്ടർ അല്ല എന്തെന്ന് പറയുന്നത് ടോൾ റിങ്കിൾഡ്. അതുപോലെ തന്നെ
ഡ്വാർഫ് റൗണ്ടും എന്താണ്? പുതിയൊരു ക്യാരക്ടറാണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ 9:3:3:1 റേഷ്യോയിലാണ് പുതിയ ജനറേഷനിൽ ട്രേറ്റ്സ് വന്നിട്ടുള്ളത്. ന്യൂ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടർ ഇൻ ദ ഓഫ് സ്പ്രിംഗ് ഏതൊക്കെയായിരുന്നു? ടോൾ, റിങ്കിൾഡും ഡ്വാർഫ് റൗണ്ടുമാണ്. ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പുതിയൊരു ക്യാരക്ടർ അല്ലെങ്കിൽ വേരിയേഷൻ ഇവിടെ ഉണ്ടായത്? പുതിയ ക്യാരക്ടറുകൾ പുതിയ ജനറേഷനിലേക്ക് വന്നിട്ടുള്ളപ്പോൾ എന്തുകൊണ്ടാണ് അതിന്റെ കാരണം എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ ക്യാരക്ടറുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് മൂവ് ചെയ്തത്. അതായത് ടോളിന്റെ കൂടെ തന്നെ അല്ല എപ്പോഴും റൗണ്ട് പോയിട്ടുള്ളത്. ടോൾ എന്ന ഒരു ക്യാരക്ടർ സെപ്പറേറ്റ് ആയിട്ട് മൂവ് ചെയ്തു, റൗണ്ട് എന്ന ക്യാരക്ടർ സെപ്പറേറ്റ് ആയിട്ട് മൂവ് ചെയ്തു. അതുപോലെ തന്നെ ഡ്വാർഫ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ജീൻ സെപ്പറേറ്റ് ആയിട്ട് മൂവ് ചെയ്തു, റിങ്കിളിന്റെയും ജീൻ സെപ്പറേറ്റ് ആയിട്ട് മൂവ് ചെയ്തു. അപ്പൊ ഇത്തരത്തില് ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പുതിയ ക്യാരക്ടറുകൾ ഉണ്ടായി വന്നത്. Appearance of variation in offspring is due to the independent assortment of each character. Clear അല്ലേ? Okay.